ഇനി യുഎസിന്റെ ചില ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഭരണ പ്രതിസന്ധി, അതിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ എങ്ങനെ അവിടെ തുടരുകയാണ്. അപ്പോൾ ഈ അടച്ചുപൂട്ടൽ വെള്ളിയാഴ്ച വരെ തുടരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. അടച്ചുപൂട്ടൽ തുടരുന്നത് ദേശീയ സുരക്ഷയെ ബാധിക്കുമെന്ന് നിലവിൽ FBI മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡെമോക്രാറ്റുകൾ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കുറ്റപ്പെടുത്തുന്നു. സുഹൈൽ ബിക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത്. ഇന്നലെ സുഹൈൽ തന്നെയാണ് ഈ വാർത്ത ആദ്യം അറിയിച്ചത് പ്രേക്ഷകരെ. അപ്പോൾ ഈ US പൂർണ്ണമായൊരു അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെ അമേരിക്ക കടന്നു പോകുന്നു. അത് പരിഹരിക്കാൻ ഇപ്പോഴും സാധിക്കാത്തൊരവസ്ഥ അവിടെ ഉണ്ടോ? ഈ അടച്ചുപൂട്ടൽ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഏതെല്ലാം മേഖലകളെ ഗുരുതരമായി ഇത് ബാധിക്കും? ഈ അമേരിക്കയിലെ ഈ സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ അതിന്റെ 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. സർക്കാർ ചെലവുകൾക്കായുള്ള ധനാനുമതി ബിൽ ഇന്നലെ വീണ്ടും US കോൺഗ്രസിലെ സെനറ്റിൽ വോട്ടിനിട്ടു. പക്ഷേ അവിടെയും പരാജയപ്പെട്ടു. ഡെമോക്രാറ്റുകളോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസോ ഇരുവിഭാഗവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാത്തതാണ് ഈ പ്രതിസന്ധിക്കുള്ള കാരണം. അതായത് ഈ ബജറ്റിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് പാസ്സാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സ്തംഭനാവസ്ഥയുടെ കാരണം. ആരോഗ്യ പരിരക്ഷാ ബില്ലുകൾ, ഒബാമ കെയർ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം ഡൊണാൾഡ് ട്രംപ് സർക്കാർ കട്ട് ചെയ്തിരുന്നു. അതിനെ ഉൾപ്പെടുത്തണം ഈ ബജറ്റിൽ എന്നുള്ളതാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം. പക്ഷേ ആ ആവശ്യം അംഗീകരിക്കാൻ ട്രംപ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈ ചർച്ചയിൽ ഇന്നലെ സെനറ്റിൽ നടന്ന ചർച്ചയിലും അക്കാര്യം ആവർത്തിച്ചു പറഞ്ഞു. ഇരുവിഭാഗവും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായില്ല. ഇപ്പോൾ വെള്ളിയാഴ്ച വരെ തുടരും എന്ന് പറയാൻ കാരണം വെള്ളിയാഴ്ച വരെ ഈ സെനറ്റർമാർ വാഷിംഗ്ടൺ വിട്ടുപോയിരിക്കുന്നു. അവർ അവരുടെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച വരെ ഇനിയൊരു സാധ്യതയും ഇല്ല എന്ന് പറയുന്നത്. വെള്ളിയാഴ്ചക്ക് ശേഷം ഇനി ഏതെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് അതിനുശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഏതായിരുന്നാലും US സമ്പദ് വ്യവസ്ഥയ്ക്ക് കോടികളുടെ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ഫണ്ട് അനുവദിക്കുന്ന ബിൽ യഥാർത്ഥത്തിൽ ഒക്ടോബർ 1 മുമ്പ് തന്നെ US കോൺഗ്രസ് പാസ്സാക്കേണ്ടിയിരുന്നു. പക്ഷേ ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ അടച്ചുപൂട്ടലിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ ആരോഗ്യ സേവനം, അതിർത്തി സുരക്ഷ, വ്യോമയാനം ഇങ്ങനെ തുടങ്ങിയ ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ്, അവശ്യ സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അമേരിക്കയിൽ. ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും ഇപ്പോൾ സർക്കാർ ജീവനക്കാർ പിന്മാറിയിരിക്കുന്നു. ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങൾക്കും വകുപ്പുകൾക്ക് പണമില്ലാത്ത ഒരു അവസ്ഥ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 7.5 ലക്ഷം ജീവനക്കാരാണ് US-ലുള്ളത്. അവർ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അവരിൽ പല ആളുകളെയും പിരിച്ചുവിടും എന്നുള്ള ഒരു ഭീഷണി കൂടി ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുകയാണ്. സർക്കാർ ജീവനക്കാരോട് അത്ര താല്പര്യമില്ലാത്ത ചില ജീവനക്കാർ, അവരെ എങ്ങനെയെങ്കിലും പിരിച്ചുവിടാനുള്ള ഒരു സാധ്യതയായും ട്രംപ് ഇത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ എത്ര ആളുകൾ തൊഴിലെടുക്കുന്നു എന്നുള്ള കണക്ക് പുറത്തുവിടുന്നതും ഏജൻസികൾ നിർത്തിവച്ചിരിക്കുന്നു. അതുകൊണ്ട് സർക്കാർ ഓഫീസുകളിൽ സേവനം ലഭിക്കാതെ വരുമ്പോൾ സാധാരണക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിന്റെ എല്ലാം സാഹചര്യത്തിലാണ് വലിയൊരു അടിയന്തരാവസ്ഥയിലേക്ക് രാജ്യം പോകുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അതേപോലെ സബ്സിഡികൾ ലഭിക്കുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളിലെല്ലാം ഉള്ളത് അടുത്ത വീക്കെൻഡ് വരുമ്പോൾ എത്ര മ്യൂസിയങ്ങൾ പ്രവർത്തിക്കും, എത്ര പാർക്കുകൾ പ്രവർത്തിക്കും തുടങ്ങിയ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്നത്. അത് 2018 സമാനമായിട്ടുള്ള ഒരു അടച്ചുപൂട്ടൽ, ഒരു ഷട്ട് ഡൗൺ ട്രംപിന്റെ ഭരണകാലത്തുണ്ടായിരുന്നു. അത് 35 ദിവസമാണ് നീണ്ടുനിന്നത്. ഏതായിരുന്നാലും അമേരിക്കയിൽ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. 81 ശേഷം 15ാമത്തെ ഷട്ട് ഡൗൺ ആണ്. ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം.